പുറത്തു വരുന്നുണ്ട്. മൂടിവെച്ച സംഭവങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട്. ആരെല്ലാമാണ് അപമാനിക്കപ്പെട്ടത് ഈ നവകേരള സദസ്സിലെന്ന. ഇതെല്ലാം കഴിഞ്ഞു വരുമ്പോ ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാർ ആരും ഇവരുടെ കൂടെ ഉണ്ടാവില്ല. കാരണം ഇത് കേരളത്തിന്റെ കമ്മ്യൂണിസത്തെ കേരളത്തിന്റെ മണ്ണിൽ കുഴിച്ചു മൂടാനുള്ള ഇയാളുടെ അവസാനത്തെ യാത്രയാണ്. ഒരു സംശയവും വേണ്ട. അതിന് ഞങ്ങൾ അതിന്റേതായ അർത്ഥത്തിൽ തന്നെ നേരിടും. അത് സംയമനം പാലിക്കുന്നതിന് പരിധിയുണ്ട്. ഇനി ഇതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. ആ സ്വീകരിക്കേണ്ടി വരുമല്ലോ. ഉറപ്പല്ലേ സ്വീകരിക്കലും ഞങ്ങളെ ആളുകൾ ചോദ്യം ചെയ്തു തുടങ്ങൂലേ. നമ്മുടെ രീതിയല്ല അത്, ഞങ്ങളുടെ സമീപനമല്ല. ഞങ്ങൾ ഒരിക്കലും തെരുവിലേക്ക് ഇത് വലിച്ചയക്കണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല. പക്ഷെ കേരളത്തിന്റെ തെരുവിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരായി ഒരു വിദ്യാർത്ഥിക്ക് കരിങ്കൊടി കാണിക്കാൻ പറ്റില്ല. കരിങ്കൊടി കാണിച്ചാൽ അവനെ മാരകായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് ക്രിമിനലുകളും കൂടെ കൊണ്ടുനടക്കുന്ന CPM ക്രിമിനലുകളും തല്ലി ഒതുക്കും എന്ന് വന്നാൽ അപ്പൊ കാണണ്ടേ നമുക്ക്. പ്രതിഷേധത്തിന്റെ രൂപം മാറ്റിയേ മതിയാവും. ഇതൊരു ഭാഗത്ത് നടക്കുമ്പോഴേ ഇന്നിപ്പം ഗവർണർ കോഴിക്കോട് എത്തുവാണ്. വൈകിട്ട് 6:30 കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തുന്നത്. SFI കാലിക്കറ്റ് സർവകലാശാല മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ക്യാമ്പസിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നാണ് SFIയുടെ പ്രഖ്യാപനം. കരിങ്കൊടി കാണിക്കും എന്നുള്ളതാണ്. അതിനെങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അല്ല, അതാണല്ലോ ഇരട്ടത്താപ്പ്. CPMന്റെ ഇരട്ടത്താപ്പ്. മുഖ്യമന്ത്രി മഹാരാജാവാണ്, കരിങ്കൊടി കാണിക്കാൻ പാടില്ല. എന്നിട്ട് ഗവർണറെ കരിങ്കൊടി കാണിക്കാൻ കൂടെയുള്ള ആളുകളെ വിടുക. ഈ കേരളത്തിലെ ജനങ്ങള് ബുദ്ധിയില്ലാത്തവരാണെന്നാണോ ഈ മുഖ്യമന്ത്രി ധരിച്ചിരിക്കുന്നത്? അവര് കാണുകയല്ലേ കരിങ്കൊടി കാണിക്കുന്ന രണ്ടുപേരെ ക്രിമിനലുകൾ തല്ലി ഒതുക്കുന്നു വഴിയരികിൽ നിന്ന്. എന്നിട്ട് SFIക്കാരെ കരിങ്കൊടി കാണിക്കാൻ വേണ്ടി ഗവർണർക്കെതിരായിട്ട് കരിങ്കൊടി കാണിക്കാൻ വേണ്ടി കാലിക്കറ്റ് ക്യാമ്പസിലേക്ക് വിടുന്നു. എന്തൊരു വിരോധാഭാസം. അത് മാതൃകാ പ്രവർത്തനവും മറ്റത് ജീവൻ രക്ഷാ പ്രവർത്തനവും. ആ മാതൃകാ പ്രവർത്തനമാണ് ഗവർണറുടെ കാറ് തകർക്കുന്നത് ആണോ? എന്നിട്ട് എന്തിനാണ് മാതൃകാ പ്രവർത്തനം നടത്തിയ ആളുകൾക്കെതിരായി ഗവർണർ എന്ന് വരട്ടിയപ്പോ പേടിച്ചു പോയല്ലോ മുഖ്യമന്ത്രി. ജാമ്യമില്ലാതെ കേസെടുത്തല്ലോ മുഖ്യമന്ത്രിയുടെ പോലീസ്. ആദ്യം ജാമ്യമുള്ള കേസെടുത്തു, നിസ്സാര കേസെടുത്തു. ഗവർണർ എന്ന് റോട്ടിലിറങ്ങി വരട്ടിയല്ലോ. DGPയെ വിളിച്ചൊന്ന് വരട്ടിയപ്പോ പേടിച്ചു പോയതാരാ? മുഖ്യമന്ത്രിയല്ലേ. പേടിച്ചു പോയപ്പോ കേസെടുത്തല്ലോ. ജാമ്യമില്ലാത്ത കേസെടുത്ത് SFIക്കാർ ജയിലിലല്ലേ കിടക്കുന്നത്. അപ്പൊ ഈ മാതൃകാ പ്രവർത്തനം നടത്തിയ SFIക്കാരെന്തിനാ ജാമ്യമില്ലാത്ത കേസെടുത്തത്? ഗവർണർ വരട്ടി.